എല്ലാവർക്കും ഒരേ സ്വഭാവം ആവണമെന്നില്ല. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഉറക്കം വന്നതിന് എങ്ങനെയാലും കിടന്നുറങ്ങും. ബസ്സല്ല, ബസ്സാണെങ്കിൽ നമുക്ക് ക്യാബിന് സെപ്പറേറ്റ് ഒരു ഏരിയയാണ്. എന്ത് വേണേലും അതിനകത്ത് കാട്ടാം. അവരുടെ ജീവനെ പേടി കൊണ്ട് പറയും. സോ ഹലോ ഗൈസ്, ഇതെല്ലാം മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബസ്സിൻ്റെ സീറ്റിലോ അല്ലെങ്കിൽ ബസ്സിന് പുറത്തൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വേറൊരു വണ്ടിയിലാണ്. കാരണം ഒരു ട്രാവലറിലാണ് നമുക്ക് ഇന്ന് ട്രിപ്പ് ഉള്ളത്. നമ്മൾ വേറെ എടുക്കല്ല, ഗുരുവായൂർ തന്നെ പോകുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്താണ് ആളെടുക്കാറുള്ളത്. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 1:30 ഉണ്ട്. വെളുപ്പാണോ രാത്രിയാണോ കറക്റ്റ് 1:30 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തി. ഞാൻ ആളെ പാർട്ടീനെ വിളിച്ചു. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മച്ചന്മാരെ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഇതാ ഇവെല്ലാണ്. എല്ലാം പോണ വഴിയിലേക്ക് കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റയ്ക്കേ ഉള്ളൂ. വീഡിയോ എടുക്കലും എല്ലാം കൂടി അപ്പം എല്ലാം കൂടി നടക്കുമെന്നൊരു സംശയമാണ്. പിന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം എല്ലാ ക്ലിപ്സും ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക പോണ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ വണ്ടിൻ്റെ പുറത്ത് വിശ്വസിപ്പോൾ കാണിക്കാം. ഉള്ളിൽ ഇരുട്ടല്ലേ, ഇരുട്ടത്താണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പിന്നെ ഫോണിൽ ഫ്ലാഷ് അടിച്ച് ചെയ്താലും എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. വണ്ടീൻ്റെ ഇതൊക്കെ ഞാൻ പകൽ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ കേബിനും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ്. ബാക്കിയെല്ലാം ഞാൻ പോണേക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, കോപ്പിറൈറ്റ് കിട്ടാതിരിക്കട്ടെ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു ആംബിയൻസ് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. പാട്ടിട്ട് അപ്പം കോപ്പിറൈറ്റ് കിട്ടും. അത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കണം. നമുക്കുള്ള ആൾക്കാരൊക്കെ ഏകദേശം ആയിട്ട് നമ്മുടെ പോണ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടൂർ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, പട്ടാമ്പി വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ പെരിന്തൽമണ്ണ എത്തിയിട്ടോ. അവിടെ നിന്ന് 2000 രൂപയ്ക്ക് തൽക്കാലം ഡീസൽ അടിച്ചു. നമ്മൾ അവിടെ നേരെ വണ്ടി എടുത്തു. ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററിനടുത്ത് എന്തായാലും ഓടാണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ഗുരുവായൂരിൻ്റെ ദേവസ്വം പാർക്കിങ്ങിലെത്തി. ഇവിടെ എന്താ പറയുക, മഴ കൊള്ളാതിടാം, അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കുറച്ച് മഴയും ചളിയൊക്കെ എങ്ങനെ വരേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നടന്ന് പോകാനും കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ വണ്ടി ഇട്ടു. ഏകദേശം നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 4:40 ആയിട്ടുണ്ട്. നിലമ്പൂരിന് ഒരു 1:30 എടുത്തു. 4:40 ആയപ്പോൾ ഇവിടെ എത്തി. നല്ല മഴ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തി. അവർ പോയിട്ട് പറ്റേ, അതുവരെ നമുക്ക് റെസ്റ്റാണ്. മച്ചന്മാരെ ഞാനിപ്പോൾ എങ്ങനെ ഒന്ന് കിടക്കണം എന്നുണ്ട്. പക്ഷേ എങ്ങനെ കിടക്കും, എവിടെ കിടക്കുന്നൊരു വലിയ പിടിയില്ല. കാരണം ഇതാണ് നേരെ സുഖം. ഒന്നേ ഫ്രണ്ടത്തെ ബോണറ്റുമ്പോൾ കിടക്കാമല്ലേ, നേരെ ബാക്കിലൂടെ പോയി കിടക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നൈസായിട്ടൊരു സ്ഥലം സംഘടിപ്പിച്ചിരിക്കണം. അത് ഫസ്റ്റ് സീറ്റ് ഇങ്ങനെ കിടന്നിട്ട് ഫ്രണ്ടിക്ക് ഇതേപോലെ കാല് വെച്ച് കിടക്കാമെന്നുള്ള കണക്കിലാണ്. എന്തായാലും ഉറക്കം വന്നതിന് എങ്ങനെയാലും കിടന്നുറങ്ങും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, വരെ അങ്ങനെ ഇതാ നേരം കൊടുത്തു. വണ്ടികളിലായി തിരക്കായി. ഞാൻ എണീറ്റു. ഞാനിന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ചായ കുടിച്ചേട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഇന്നേ ഞായറാഴ്ച ആണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് കല്യാണക്കാരാണ്, അതാണ് മെയിൻ. കല്യാണം കഴിക്കാൻ വന്നവരാണ്. പിന്നെ കുട്ടികളെ ചോറ് വീണ് പരിപാടികൾ, അങ്ങനത്തെ എല്ലാ വീടുകളും ഉണ്ട്. നമ്മളിന്ന് വന്നതും അതേപോലത്തെ പരിപാടിക്കാണ്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഏകദേശം 4 മണിക്കൂറായി. ഇതുവരെ നമ്മളെ ആൾക്കാരൊന്നും എത്തിയില്ല. എന്തായാലും പോയിട്ട് പറ്റി ചെന്നിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഇത് നൈസായില്ലേ വണ്ടി വെച്ചത്. ഭീഷ്മ പക്ഷെ സെറ്റപ്പൊക്കെ ഉണ്ടോ വണ്ടി. സൗണ്ട് അടിപൊളി. ഗൈസ്, നമ്മുടെ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് ഈ നിൽക്കുന്നത്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കുളി കഴിഞ്ഞ് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കണം. വണ്ടികൾ കമ്മി കേട്ടോ, പുറത്ത്. ഉള്ളിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. ആള് നല്ല ഉറക്കത്തിലാണ്. തലേക്ക് തേങ്ങ വല്ലതും വീഴാൻ മതി. നമ്മൾ രാവിലെ വന്ന വഴിയിട്ട് ഈ റോഡിൽ നേരെ ഇങ്ങനെ ഇറങ്ങി വന്ന് നേരെ പാർക്കിങ്. നേരെ തിരിച്ച് പോണ വഴി നേരെ നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ കിഴക്കനടയ്ക്ക് പോണ വഴിയാണിത്. അതിനാ ഉള്ളിൽ കൂടിയും പോവാം.
അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് നമ്മളിതാ വണ്ടി എടുത്തു. നമ്മൾ നേരെ ചാവക്കാട് ബീച്ചിലേക്ക് കൂടി ഏകദേശം ഒരു 6.5 കിലോമീറ്റർ ഉള്ളൂ. സോ ഗൈസ്, അങ്ങനെ എല്ലാവരും പോയി. എന്നെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാവക്കാട് ബീച്ചിലെത്തി. എല്ലാവരും ബീച്ചിലൊക്കെ കറങ്ങാൻ പോയി. സോ ഗൈസ്, നമ്മളവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു. നേരെ അടുത്തടുത്ത സ്ഥലം ചാവക്കാട് ബീച്ച്. അവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി. നമ്മളെ ആൾക്കാരൊക്കെ ഇതാ കാണാൻ പോയിട്ടുണ്ട്. എന്ത് കാണാനല്ലേ ബീച്ച്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ പുറത്തത്തെ ഒരു ഔട്ട്ലുക്ക് കാണിക്കുന്നല്ലേ, ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ള ലുക്ക്. കാരണം ഞാൻ ഇവിടെ ഇത്തിരി കാണിക്കാമെന്ന് വെച്ചാൽ കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അകത്ത് പോയിരിക്കുക. കാരണം ഒടുക്കത്തെ വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. കാരണം പറയുമ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഭയങ്കര ചൂടാണ്. തൽക്കാലം നമുക്ക് അകത്ത് കയറിയിരിക്കുക. കാലം കുറച്ച് മണലുണ്ട്, അത് തട്ടിക്കളയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറി ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റെടുക്കാം. എല്ലാവരും പോയി വരട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്ത് ചെയ്തു, പുറത്തൊക്കെ പോയി 2 റൗണ്ടൊക്കെ അടിച്ച് വന്നു. വെയിലാണ്, നമ്മൾ എന്ത് കാണാനാണ് അവിടെ. അയ്യോ, എന്തായാലും അവർ പോയി വരട്ടെ. അതുവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്, പക്ഷേ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വേണ്ട. ഇവർ ഇടുക്കിയടക്കാൻ മറന്നു, വണ്ടി എടുക്കാൻ നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് കഴിച്ചില്ലായി, ഇല്ലെങ്കിൽ വഴിയിൽ വല്ല പണിയും കിട്ടി കിടന്നേന്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ആ വണ്ടി എടുത്തു. ഇനി പോണേക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ നിർത്തണം. അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കണം. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, റണ്ണിങ് ഷോർട്സ് എടുക്കണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അതെടുത്തില്ല. നമ്മളിപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കണം. അവിടെ ഇങ്ങനെ പോകുന്ന കുന്നുകളും കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിക്കണം. എന്നാലേ എല്ലാവരും ഇറങ്ങിപ്പോയി. നമുക്ക് ക്ലാസ്സൊക്കെ നടച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു തരാം. ഓക്കെ, കോച്ചന്മാരെ നമ്മളിതാ ഭക്ഷണം കഴിച്ചിറങ്ങി. ഇതായിട്ട് നമ്മൾ കഴിച്ച ഹോട്ടൽ ടോപ്പ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. ഞാൻ നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു. എൻ്റെ ചെറുക്കൻ അവിടെ കിടക്കുന്നുണ്ട്. എന്താ പറയുക, വണ്ടിക്കകത്ത് കയറിയിരിക്കാം, ചൂടല്ലേ. എൻ്റെ പൊന്നോ, ഈ വണ്ടി അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അടച്ചിട്ട് പോയ ചൂടാണ്, തുറന്നിട്ട് പോയാൽ കള്ളന്മാരെ പിടിക്കണം. കള്ളന്മാരെന്നില്ലെങ്കിലും കുരങ്ങന്മാരുണ്ടാവും ചിലപ്പോൾ. അതുപോലെ ജന്തുക്കളൊക്കെ വന്ന് വണ്ടീനകത്ത് കയറി കഴിഞ്ഞാൽ സീനാണ്. ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലും നമുക്ക് സീനാണ്. അതുകൊണ്ടൊക്കെ തന്നെ അച്ഛന്മാരെ നമ്മൾ വണ്ടി ഫുള്ള് അടച്ചിട്ടാണ് ഇപ്പോൾ പോവുക. നിങ്ങൾ അടച്ചിട്ട് പോയാൽ ഭയങ്കര ചൂടും, തുറന്നിട്ട് പോയാൽ കള്ളന്മാരെ പിടിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതേപോലെ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരിക്കലും പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഈ സീറ്റിൽ ഇങ്ങനെ ബാഗ് വെച്ച് പോകരുത്. കാരണം പുറത്തുനിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യുക, കൈയിട്ട് എടുക്കാൻ പെട്ടെന്ന് സുഖമാണ്. ഇപ്പോൾ അതിൻ്റെ താഴേക്കുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, സുഖമായിട്ട് എന്താ അവിടെ നിന്ന് കൈയിട്ട് ബാഗ് എടുത്ത് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ നേരെ ബർത്തിൽ വെക്കണം, അല്ലെങ്കിൽ നേരെ അടുത്ത് സീറ്റിൻ്റെ അടിയിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും എന്ത് ചെയ്ത് ഇങ്ങനെ സീറ്റ് വെച്ച് പോകരുത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ റണ്ണിങ് വിഷ്വൽസ് നമ്മൾ എന്തെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എല്ലാവർക്കും ഒരേ സ്വഭാവം ആവണമെന്നില്ല. കാരണം ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ പിടിച്ച് വീഡിയോ എടുത്ത് നടക്കണത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഇറക്കം എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എടുക്കുമ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് ബസ്സാണെങ്കിൽ നമുക്ക് ക്യാബിന് സെപ്പറേറ്റ് ഒരു ഏരിയയാണ്. എന്ത് വേണേലും അതിനകത്ത് കാട്ടാം. എന്ത് വേണമെങ്കിലും വെച്ചാൽ അങ്ങനെ കാട്ടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ഇങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ അധികം ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ കാണൂല. അവരും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ജീവനപ്പേടി കൊണ്ട് പറയും. ഇപ്പോൾ നമ്മളായാലും ഇപ്പോൾ നമ്മുടെ വീട്ടുകാരെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഫോണും വെച്ച് വീഡിയോ എടുക്കുക, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുക രണ്ടും കൂടി ആകുമ്പോൾ നമുക്കത് നമ്മുടെ വീട്ടുകാർ നമ്മളിങ്ങനെ പറയില്ലേ, അതന്നെ സംഭവം. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങനെ പറയിപ്പിക്കാതെ നോക്കേണ്ട ഒരു കടമ നമ്മുടെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ റണ്ണിങ് ഷോട്ട്സ് എടുക്കാത്തത്. അപ്പോളേ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ, നമ്മൾ നേരെ നാട്ടിലേക്കാണ്. ഒന്ന് വൈകാണ് തിരിച്ച് നാട്ടിലേക്ക്. ഇനി അവരെ ഇറക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാട് തീരാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ ബാക്കിട്ടോ. കാരണം നമ്മളത് ആളൊക്കെ ഇറക്കി തിരിച്ച് നേരെ ഷെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓണറുടെ വീട്ടിൽ തന്നെയാണ് വണ്ടി ഇടാറ്. നമ്മൾ ഇപ്പോൾ ആളെ ഇറക്കിയ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഈ ചെറിയൊരു സിംഗിൾ റോഡ് എന്നിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നേരെ നമ്മൾ പോകണമെങ്കിൽ കുഴപ്പമില്ല,
പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ബസ് റൂട്ടാണ്. അതുകൊണ്ട് ചെറിയ ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ടപ്പാടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഹാപ്പിയുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ എൻഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് കഴുകണം. ഇതന്നെ ഉള്ളു കാര്യമായിട്ട് പരിപാടി, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്കെത്ര രൂപ കൂലിയായിട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ വാടക 7000 രൂപ കേട്ടോ. അതായത് ഈ വാടക നോക്കേണ്ട, കാരണം പല സ്ഥലത്തു നിന്ന് പോകുമ്പോൾ പല രീതിയിലും വാടക, നമ്മൾ കിലോമീറ്ററിനനുസരിച്ചാണ് വണ്ടിയുടെ ചാർജ് നമ്മൾ എന്ത് ചെയ്യണത് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വാടകയുടെ അനുസരിച്ചാണ് നമുക്ക് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഈ വണ്ടിയിൽ വർക്ക് ചെയ്യണ ആരെന്ന് വെച്ചാൽ അവർക്കുള്ള കൂലി കിട്ടുക. നമുക്ക് ഫിക്സ്ഡ് ഇത്ര സാലറി അല്ലെങ്കിൽ യൂസേഴ്സ് ഇത്ര രൂപയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ടീംസും ഉണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനെയാണ്, നമ്മുടെ വണ്ടിയുടെ വാടക എത്രയാണോ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഈ വണ്ടിയിൽ വർക്ക് ചെയ്യണ വെച്ചാൽ അവർക്കുള്ള കൂലി, അങ്ങനെയാണിത്. പച്ചമറി നമ്മുടെ വരലും നമ്മുടെ വണ്ടിയൊക്കെയും കഴിഞ്ഞു. നമ്മുടെ പരിപാടി കഴിഞ്ഞത് ഇന്നത്തെ ഒന്ന് കഴുകലും കഴിഞ്ഞു. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഗൈസ്. ഞാനാരെ മോൻ ഇത് നമ്മുടെ മുതലാളി അല്ലേ, മുതലാളി. ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് ജാവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.